ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ വെള്ളരിക്കയും മാങ്ങയും തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഊണിന്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ വളരെ ചെറിയൊരു വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട്, നല്ല പച്ച മാങ്ങ പുളിയുള്ളത് വേണം എടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു മുറി തേങ്ങ മതിയാകും. ഇതൊന്ന് എടുക്കണം. ആദ്യം നമുക്ക് ഈ വെള്ളരിക്ക കഷ്ണങ്ങൾ മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീനായിട്ട് ചതുര കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ നടുക്കിലെ കുരുവെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീനാക്കി നല്ല ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കഴുകിയെടുക്കണം. അപ്പം ഞാൻ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളരിക്ക എല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനാണെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ മതി. പക്ഷേ വെള്ളരിക്കൊന്നും അധികം വേവില്ലല്ലോ. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. മാങ്ങാ കഷ്ണങ്ങൾ വെള്ളരിക്ക ഒന്ന് വെന്തതിന് ശേഷം വേണം മാങ്ങാ കഷ്ണങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ മാങ്ങയും വെള്ളരിക്കയും ഒരുമിച്ച് ചേർത്താൽ ഈ വെള്ളരിക്ക കഷ്ണങ്ങൾ വെന്ത് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് വേറെ പൊടികളൊന്നും ഈ സമയത്ത് ചേർക്കുന്നില്ല. വെള്ളം ഒഴിച്ചിട്ട് ചുമ്മാ വേവിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വെള്ളരിക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരകി വെക്കാം. അതുപോലെ തന്നെ മാങ്ങ കഷ്ണങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തും വെക്കാം. അപ്പോൾ ഞാനിവിടെ മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ പച്ചമുളകാണ്. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചമുളകാണെങ്കിലും എടുക്കാം. ഒരു 2-3 പച്ചമുളക്. പിന്നെ ആ ഒരു മുറി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കണം. വെള്ളരിക്ക വെന്തതിന് ശേഷം മാത്രം ഈ മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ തേങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങാ കഷ്ണങ്ങൾ ചേർത്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളകും ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നല്ല ജീരകമാണ്, ക്യുമിൻ സീഡ്. അത് ഞാനൊരു 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ് എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ് ഈ കറിക്ക് ഉണ്ടാവുന്നത്. ആദ്യം ഒരല്പം വെള്ളം ചേർത്തിറക്കുക. ആദ്യം ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. ആദ്യം ഒരല്പം വെള്ളം മാത്രം ചേർത്തതിന് നന്നായി അരിഞ്ഞതിന് ശേഷം മാത്രം കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളരിക്ക കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങക്കൊന്നും അധികം വേവില്ലല്ലോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ മാങ്ങ കഷ്ണങ്ങളും വെള്ളരിക്കയും നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളമൊന്ന് ഒഴിച്ചിട്ട് ചുറ്റിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ തേങ്ങയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പാത്രം അടച്ച് വെക്കുന്നില്ല, തുറന്ന് വെച്ച് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് വന്നാൽ മതി. ഒരുപാട് തിളച്ച് കുറുകിയൊന്നും പോകണ്ട. ചെറുതായിട്ടൊന്ന് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടി ഒന്ന് താളിച്ചിടാം. അപ്പോൾ പാൻ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോഴേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണക്കമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നമ്മുടെ വെള്ളരിക്ക കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളരിക്ക മാങ്ങ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ലൊരു ചാറുകറിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്